പ്രൈസ് ദി ലോർഡ്. ദൈവനാമം ഉണ്ടായിരിക്കട്ടെ. കർത്താവിന്റെ പാദപീഠത്തിൽ പ്രഭാതയാമത്തിലായിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്ക് എടുത്തിരിക്കുന്ന തിരുവചനം എബ്രായർക്കെഴുതിയ ലേഖനം 13-ാം അധ്യായം 6-ാം വാക്യം. ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കയില്ല. മനുഷ്യൻ എന്നോട് എന്തു ചെയ്യുമെന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം. പ്രിയ ദൈവമക്കളെ, നമുക്ക് ധൈര്യത്തോടെ എന്തും പറയുവാൻ നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിൽ മാത്രമേ പറ്റുകയുള്ളൂ. ഇവിടെ പറയുകയാണ്, കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കയില്ല. മനുഷ്യൻ എന്നോട് എന്തു ചെയ്യും? ഹല്ലേലൂയ. 5-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാത്തതായിരിക്കട്ടെ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവീൻ. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് അവൻ തന്നെ അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. പ്രിയ മക്കളെ, ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും കാരണമാണ്. ഉള്ളത് കൊണ്ട് തൃപ്തിയോടെ സന്തോഷത്തോടെ ജീവിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഹല്ലേലൂയ. യേശു കർത്താവ് പറഞ്ഞത്, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്നാണ്. കർത്താവ് നമുക്ക് തുണയായി എപ്പോഴും ഉള്ളത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ എന്തും കടന്നു വരട്ടെ, നാം പേടിക്കേണ്ട ആവശ്യമില്ല. കർത്താവപ്പച്ചൻ അതിന് വേണ്ടുന്നതായ വഴികൾ ഓരോന്നും നമുക്ക് വേണ്ടി തുറന്നു തരും. ഹല്ലേലൂയ. ഇവിടെ പറയാ, കർത്താവ് എനിക്ക് തുണ. നമ്മുടെ ഭൗതിക നന്മകൾ എത്ര പരിമിതമായിരുന്നാലും, സാഹചര്യങ്ങൾ എത്ര ഞെരുക്കമുള്ളതായിരുന്നാലും, ദൈവം നമ്മെ കൈവിടുമെന്നോ ഉപേക്ഷിക്കുമെന്നോ നാം ഭയപ്പെടേണ്ടതായിട്ടില്ല. ഹല്ലേലൂയ. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ കാണാൻ കഴിയുന്നുണ്ട്, നിന്റെ ജീവകാലത്തൊരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കുകയില്ല. ഞാൻ മോശയോട് കൂടെ ഇരുന്നത് പോലെ നിന്നോട് കൂടെ ഇരിക്കും. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഹല്ലേലൂയ. പ്രിയ മക്കളെ, മോശയോട് കൂടെ ഇരുന്നത് പോലെ തന്നെ യോശുവയുടെ കൂടെ ഇരിക്കും, നമ്മോട് കൂടെ നമ്മുടെ കർത്താവ് ഇരിക്കും. ഹല്ലേലൂയ. നമ്മെ കൈവിടുന്ന കർത്താവല്ല, നമ്മെ ഉപേക്ഷിക്കുന്ന അപ്പനല്ല. ഹല്ലേലൂയ. മനുഷ്യരാണ് നമ്മളെ കൈവിടുന്നത്, നമ്മുടെ കൂടെ നിൽക്കുന്നവരാണ് നമ്മളെ ഉപേക്ഷിക്കുന്നത്, നമ്മളെ മാറ്റി നിർത്തുന്നത്. ഹല്ലേലൂയ. ഇവിടെ നോക്കൂ, സ്വർഗസ്നായ പിതാവ് നമുക്ക് വേണ്ടി സകലതും കരുതും. ഹല്ലേലൂയ. അതായത് ഞെരുക്കത്തിന്റെയും കഷ്ടതയുടെയും ബുദ്ധിമുട്ടിന്റെയും സന്ദർഭങ്ങളിൽ ധൈര്യത്തോട് നമുക്ക് പറയാം, എൻ്റെ ദൈവം എന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. കർത്താവ് എനിക്ക് തുണയായിട്ട് എപ്പോഴും എന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. ഒരു ദൈവ പൈതലിന് മാത്രമേ ഇങ്ങനെ പറയുവാൻ കഴിയുകയുള്ളൂ, എൻ്റെ കർത്താവ് എന്നോട് കൂടെയുണ്ട്, എനിക്ക് തുണയായിട്ട് എൻ്റെ അപ്പനാണ് എന്നോട് കൂടെയുള്ളതെന്ന്. ഹല്ലേലൂയ. ഫിലിപ്പിയർക്ക് ലേഖനം 4:19 പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. ഹല്ലേലൂയ. നോക്കൂ, മനുഷ്യരൊക്കെ ചെയ്യുമ്പോൾ അതിനൊരു പരിമിതിയൊക്കെ ഉണ്ട്. ഹല്ലേലൂയ. പൂർണ്ണമായി തീർത്തു തരുവാൻ, നമ്മുടെ ബുദ്ധിമുട്ടുകൾ തീർത്തു തരുവാൻ, നമ്മുടെ പ്രയാസങ്ങൾ മാറ്റിത്തരുവാൻ, നമുക്ക് വേണ്ടുന്നതെല്ലാം നൽകി തരുവാൻ നമ്മുടെ കർത്താവിന് മാത്രമേ, അതാ ഇവിടെ പറഞ്ഞത്, പൂർണ്ണമായിട്ട് തീർത്തു തരും. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ. തീമോഥെയോസിന്റെ 2-ാം ലേഖനം 4-ാം അധ്യായം 16-17 വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, എൻ്റെ 1-ാം പ്രതിവാദത്തിൽ ആരും എനിക്ക് തുണ നിന്നില്ല, എല്ലാവരും എന്നെ കൈവിട്ടു, അത് അവർക്ക് കണക്കിടാതിരിക്കട്ടെ. കർത്താവോ എനിക്ക് തുണ നിന്നു, പ്രസംഗം എന്നെ കൊണ്ട് നിവർത്തിപ്പാനും സകല ജാതികളും കേൾപ്പാനും എന്നെ ശക്തീകരിച്ചു. അങ്ങനെ ഞാൻ സിംഹത്തിന്റെ വായിൽ നിന്ന് രക്ഷ പ്രാപിച്ചു. ഹല്ലേലൂയ. പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, പ്രീതി മക്കളെ, റോമിൽ ക്രിസ്ത്യാനികൾക്കെതിരെ ഉണ്ടായ കഠിന പീഡ നിമിത്തം പൗലോസ് അപ്പോസ്തലൻ എന്നോട് കൂടെ നിൽക്കുവാൻ ആരും ധൈര്യം കാണിച്ചില്ല. ഹല്ലേലൂയ. ഇതുപോലെയാണ് ഇന്നും പലരും. ഹല്ലേലൂയ. കൂടെ നിൽക്കാമെന്ന് പറഞ്ഞ് ഹല്ലേലൂയ കർത്താവിന്റെ വേലയെ മുന്നോട്ട് നിന്ന് എന്തെങ്കിലും ഒരു പ്രയാസം കടന്നു വരുമ്പോൾ മാറ്റി നിർത്തുന്ന അവസ്ഥ. ഹല്ലേലൂയ. പൗലോസ് അപ്പോസ്തലനെ കടുത്ത നിരാശ വന്നപ്പോൾ, എല്ലാവരും കൈവിടപ്പെട്ടു എന്ന് തോന്നിയ സന്ദർഭങ്ങളിൽ കർത്താവ് തന്നോടൊപ്പം നിന്ന് തന്നെ ബലപ്പെടുത്തിയ ആ പ്രത്യേക സാമീപ്യം തനിക്ക് അനുഭവിച്ചറിയുവാൻ സാധിച്ചു. ഹല്ലേലൂയ. അതാ പറഞ്ഞേ, കർത്താവോ എനിക്ക് തുണ നിന്നു, പ്രസംഗം എന്നെ കൊണ്ട് നിവർത്തിപ്പാനും സകല ജാതികളും കേൾപ്പാനും എന്നെ ശക്തീകരിച്ചു. അങ്ങനെ ഞാൻ സിംഹത്തിന്റെ വായിൽ നിന്ന് രക്ഷ പ്രാപിച്ചു. റോമിൽ നിന്നുള്ള ഹല്ലേലൂയ ഓരോ ജനങ്ങളിൽ നിന്ന് രക്ഷ പ്രാപിപ്പാൻ
വഹിപ്പാൻ കർത്താവ് കൂടെ നിന്നതുകൊണ്ട് ഹല്ലേലൂയ. ഇന്ന് പല ദൈവദാസന്മാരും പലവിധ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ കർത്താപ്പച്ചൻ കൂടെ നിൽക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് നമ്മെ കൈവിടുകയില്ല. ഹല്ലേലൂയ. നോക്കൂ, അപ്പോസ്തല പ്രവൃത്തി 9:15 പൗലോസ് അപ്പോസ്തലനെ കുറിച്ച് പറയുന്നുണ്ട്. കർത്താവ് അവനോട്, നീ പോക, അവൻ എൻ്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും മുമ്പിൽ വഹിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാകുന്നു. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ. എങ്ങനെയൊക്കെ ദൈവമക്കൾക്കെതിരായിട്ട് ഹല്ലേലൂയ, അതായത് ഒരു വിശുദ്ധനെതിരായിട്ട് പ്രവർത്തിക്കുന്നുവെങ്കിൽ കർത്താപ്പച്ചൻ തെരഞ്ഞെടുത്തതാണോ, കർത്താപ്പച്ചൻ കാത്തുപരിപാലിക്കും. നഷ്ടപ്പെടുവാൻ, വിടപ്പെട്ടു പോകുവാൻ അനുവദിക്കുകയില്ല. ഹല്ലേലൂയ. ഒരു ദുഷ്ടനും അവനെ തൊടുവാൻ അനുവദിക്കുകയില്ല. ഹല്ലേലൂയ. കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ആരും സഹായിപ്പാനില്ല എന്ന് പറഞ്ഞ് ഇരിക്കുന്ന സന്ദർഭങ്ങളിൽ നമ്മുടെ കർത്താവ് നമ്മുടെ അടുക്കലേക്ക് കടന്നു വരും. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷത്തിൽ അറിയാം, 5-ാം അധ്യായത്തിൽ ഹല്ലേലൂയ, അതായത് കുളക്കരയിൽ കിടക്കുന്നതായ ഹല്ലേലൂയ രോഗിയുടെ അടുക്കലേക്ക് 38 വർഷം ഹല്ലേലൂയ കുളക്കരയുടെ അടുത്ത് കിടക്കുക ആരെങ്കിലും ഹല്ലേലൂയ ആ വെള്ളം കലക്കുമ്പോൾ ആ കലങ്ങിയ സമയത്ത് എന്നെ ഇറക്കും ഹല്ലേലൂയ ആ ഒരു പ്രതീക്ഷയോടെ കിടക്കുമ്പോൾ ഹല്ലേലൂയ 38 വർഷമാണ് ഹല്ലേലൂയ കിടന്നത്. പ്രിയ ദൈവമക്കളെ, ആരും സഹായിപ്പാനില്ലാത്ത സന്ദർഭങ്ങളെ കർത്താവ് അവന്റെ അടുക്കലേക്ക് ചെല്ലുക. ഹല്ലേലൂയ. ചോദിക്കുന്നുണ്ട് ഹല്ലേലൂയ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ ഹല്ലേലൂയ അവിടെ യേശുപ്പച്ചൻ ചോദിക്കുന്നുണ്ട് ഹല്ലേലൂയ നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിക്കുന്നു. ഹല്ലേലൂയ. രോഗി അവനോട്, യജമാനെ, വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്ക് ആരുമില്ല. ഹല്ലേലൂയ. ആരും സഹായിപ്പാനില്ല, ആരും എന്നെ ഇറക്കുവാനില്ല എന്ന് പറയുന്ന ആ സന്ദർഭങ്ങളിൽ കർത്താവ് നമ്മുടെ അടുക്കലേക്ക് വരും. ഹല്ലേലൂയ. നോക്കൂ, നിനക്ക് മനസ്സുണ്ടോ? ഹല്ലേലൂയ. എന്നിട്ട് യേശു അപ്പൻ ഹല്ലേലൂയ പറയാ, എഴുന്നേറ്റ് നിന്റെ കിടക്ക എടുത്ത് നടക്ക, നിനക്ക് പിന്നെ കുളത്തിൽ ഇറങ്ങേണ്ട ആവശ്യമില്ല. നമ്മുടെ അടുക്കലേക്ക് നമ്മുടെ യേശുപ്പൻ കടന്നു വരുമ്പോൾ കർത്താപ്പച്ചൻ നമുക്ക് അത്ഭുതം ചെയ്യും. പ്രീതി മക്കളെ, കുളത്തിലിറങ്ങി ചാടണ്ട, വെള്ളം കലങ്ങി നോക്കി നിൽക്കണ്ട, മറ്റുള്ളവരുടെ സഹായത്തിന് വേണ്ടി ഹല്ലേലൂയ നോക്കി നിൽക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന കർത്താവ് നമ്മുടെ അടുക്കലേക്ക് കടന്നു വരും. ഹല്ലേലൂയ. ലൂക്കോസ് സുവിശേഷം 16-ാം അധ്യായത്തിൽ നമുക്ക് ഒരു ലാസറിനെ കാണാൻ സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ധനവാനെയും കാണുവാൻ അവിടെ സാധിക്കുന്നുണ്ട്. പക്ഷേ ലാസർ എന്താണ് ചെയ്തത്? ഹല്ലേലൂയ. അതായത് 16-ാം അധ്യായം 19 മുതലുള്ള വാക്യത്തിൽ ധനവാനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ ധൂമ്രവസ്ത്രവും പട്ടും ധരിച്ച് ദിനം പ്രതി ആഡംബരത്തോട് സുഖിച്ചുകൊണ്ടിരുന്നു. ലാസർ എന്നു പേരുള്ള ഒരു ദരിദ്രൻ വ്രണം നിറഞ്ഞവനായി അവന്റെ പടിപ്പുരക്കൽ കിടന്ന് ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്നത് തിന്ന് വിശപ്പടക്കുവാൻ ആഗ്രഹിച്ചു. ഹല്ലേലൂയ. നോക്കൂ പ്രിയ മക്കളെ, ആ ധനവാന്റെ അടുക്കൽ നിൽക്കുന്നതായ ആ ലാസറിനെ ഹല്ലേലൂയ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നോക്കൂ, എന്നിട്ട് പറയുന്നുണ്ട്, നായ്ക്കളും ഹല്ലേലൂയ വന്ന് അവന്റെ വ്രണം നക്കും. ആ ദരിദ്രൻ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി. ധനവാനും മരിച്ചടക്കപ്പെട്ടു. പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ മേലോട്ട് നോക്കി ദൂരത്ത് നിന്ന് അബ്രഹാമിനെയും അവന്റെ മടിയിൽ ലാസറിനെയും കണ്ടു. ഹല്ലേലൂയ. ആരും സഹായിപ്പാനില്ല. ആ ധനവാന്റെ അടുക്കൽ ഹല്ലേലൂയ അവന്റെ ഹല്ലേലൂയ മേശയിൽ നിന്ന് വീഴുന്ന അതൊക്കെ കഴിച്ചൊക്കെ ഹല്ലേലൂയ ലാസർ നിന്നത്. പ്രിയ മക്കളെ, എന്നിട്ട് നോക്കൂ, ആരും സഹായിപ്പാനില്ലാത്ത സന്ദർഭത്തില് ഹല്ലേലൂയ അവന് എവിടെയാണ് കാണാൻ സാധിക്കുന്നത്? ഹല്ലേലൂയ ധനവാനും ലാസറും മരിച്ചെങ്കിൽ പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ മേലോട്ട് നോക്കിയപ്പോൾ അബ്രഹാമിന്റെ മടിയിൽ ലാസർ ഇരിക്കുന്നത് ഈ ധനവാന് കാണുവാൻ സാധിച്ചു. ഹല്ലേലൂയ. എന്നിട്ട് പറയുന്നുണ്ട്, അബ്രഹാം പിതാവേ, എന്നോട് കനിവുണ്ടാകണമേ, ലാസർ വിരലിന്റെ അറ്റം വെള്ളത്തിൽ മുക്കി എന്റെ നാവിനെ തണുപ്പിക്കേണ്ടതിന് അവനെ അയക്കണമേ. ഞാൻ ഈ ജ്വാലയിൽ കിടന്ന് വേദന അനുഭവിക്കുന്നെന്ന് വിളിച്ചു പറഞ്ഞു. പ്രിയ മക്കളെ, ആരും സഹായിപ്പാൻ നമുക്ക് കാണത്തില്ല. നമ്മൾ യേശുപ്പന്റെ സന്നിധിയിൽ വിശ്വസ്തയോട് നിൽക്കുകയാണോ, അപ്പനെ വിളിച്ചപേക്ഷിക്കുകയാണോ, അപ്പൻ നമ്മളെ കൈവിടുകയില്ല. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് ഹാഗാറിനെ കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. ആരും സഹായിപ്പാനില്ലാത്ത സന്ദർഭത്തിലോ കർത്താപ്പച്ചൻ ഹല്ലേലൂയ
നിലവിളി കേട്ട് മറുപടി നൽകി കൊടുക്കും. നമ്മുടെ നിലവിളി കേൾക്കുന്ന നമ്മുടെ കർത്താവ് നമ്മുടെ അടുക്കലേക്ക് കടന്നു വരും. ഹല്ലേലൂയ. ഇന്ന് വചനം കേൾക്കുന്ന ഹല്ലേലൂയ, ജീവിതങ്ങളിൽ ഭാരത്തോടിരിക്കുന്നു, എന്നെ സഹായിപ്പാൻ ആരുമില്ല, എന്നെ കാണുവാൻ ആരുമില്ല എന്നൊക്കെ പറഞ്ഞ് ഭാരത്തോടിരിക്കുന്ന ജീവിതമേ, നിങ്ങളുടെ അടുക്കലേക്ക് കർത്താവ് കടന്നു വരും. നിങ്ങളെ ഒന്ന് ഹല്ലേലൂയ അപ്പന് വേണ്ടി ഒന്ന് സമർപ്പിച്ചു കൊടുക്ക. ദൈവസന്നിധിയിൽ ഒന്ന് കടന്നു ചെല്ല. ഹല്ലേലൂയ. സൗഖ്യമാക്കുന്ന അപ്പൻ, ഭാരങ്ങൾ അറിയുന്ന അപ്പൻ, നമ്മുടെ വിഷമത അറിയുന്ന അപ്പൻ നമ്മളെ സഹായിക്കും. കർത്താവേ, എന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളുടെ വിഷയത്തിന്മേൽ ദൈവം അത്ഭുതം ചെയ്യണമേ. കർത്താവിന്റെ കരം നീട്ടണമേ അപ്പാ. ഏത് വിഷയത്തിൽ ഭാരപ്പെടുന്നോ ദൈവത്തിന്റെ അത്ഭുതകരം കാണുവാൻ ദൈവം സഹായിക്കണമേ. കർത്താവ് എനിക്ക് തുണ നിന്നുവെന്ന് പറയുവാൻ ഓരോ മക്കളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കരം പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം. അത്ഭുതം ചെയ്തിരിക്കാൻ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. ബിനുവജു, മുംബൈ. ഹല്ലേലൂയ. സ്തോത്രം.